നമസ്കാരം, എല്ലാവർക്കും നിഹാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇൻഡോർ പ്ലാന്റിൽ കേമനായിട്ട് നിൽക്കുന്ന സ്നേക്ക് പ്ലാന്റിന്റെ റീപോർട്ടിംഗ് ആണ്. അതായത് ഈ ഒരു തെർമോക്കോൾ ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ ബേബി പ്ലാന്റ്സ് ഉണ്ടാവാനും നല്ല പോലെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്, അത് നമ്മൾ ഈ വെറുതെ കളയുന്ന ഈ തെർമോക്കോൾ കൊണ്ട് എങ്ങനെ നമുക്ക് സ്നേക്ക് പ്ലാന്റ് എങ്ങനെ നല്ലപോലെ വളർത്തിയെടുക്കാന്നുള്ളൊരു വീഡിയോയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം. പോട്ടി മിക്സിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ചട്ടി, കാണിക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അതിന് ഒരു ചട്ടി ചാണകപ്പൊടിയാണ്. അതിനുശേഷം നമ്മൾ എല്ലുപൊടി എടുത്തിട്ടുണ്ട്. ശേഷം വേപ്പിൻ പിണ്ണാക്കാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഈ പോട്ടി മിക്സ് ആണ് നമ്മൾ സ്നേക്ക് പ്ലാന്റ് റീപോർട്ട് ചെയ്യാനായി ഉപയോഗിക്കുന്നത്. ഞാനിവിടെ സാധാരണ മണലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗാർഡൻ സോയിലോ ഏത് തരത്തിലുള്ള സോയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. രാത്രി സമയങ്ങളിൽ നമുക്ക് ഓക്സിജൻ നൽകുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റിനെ നമ്മൾ ഇൻഡോറിലും വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട്ഡോറിലും നമ്മൾ വളർത്തുന്നുണ്ട്. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനായി തയ്യാറാക്കുന്ന പോട്ടി മിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. അതായത് നല്ല വായുസഞ്ചാരം കിട്ടുന്ന വിധത്തിലുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓവർ വാട്ടറിങ്ങിനെ തടയുന്നതായിരിക്കണം. കാര്യം ഒത്തിരി വെള്ളം വന്നു കഴിഞ്ഞാൽ, ഇൻഡോറിൽ വെക്കുന്ന ചെടിയാണ്, അതുകൊണ്ട് ഒത്തിരി വെള്ളം വന്നു കഴിഞ്ഞാൽ അത് വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഗാർഡനിങ്ങും കൃഷിയും ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തെർമോക്കോൾ കൊണ്ടുള്ള ഉപയോഗം ഞാനിപ്പോൾ കാണിച്ചു തരാം. തെർമോക്കോളിനെ ഞാനിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ചട്ടിയുടെ ഏറ്റവും ആദ്യത്തെ ലെയർ, താഴത്തെ ലെയറായി കൊടുക്കുന്നത് തെർമോക്കോളാണ്. ഇതിങ്ങനെ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ വാട്ടറിങ് വന്നു കഴിഞ്ഞാൽ അതിനെ തടയാനും, അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനെ നല്ല വായു സഞ്ചാരമുള്ളതാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടി വേണം നമ്മൾ പ്ലാന്റ്സ് നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സ്നേക്ക് പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ഓവറായിട്ട് വെള്ളവും വേണ്ട. ഓവറായി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യത്തെ ലെയറായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തെർമോക്കോൾ പീസുകൾക്ക് മുകളിലേക്ക് നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവയുടെ മിശ്രിതമാണ് നമ്മൾ പോട്ടി മിക്സായി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് റീപോർട്ട് ചെയ്യാം. സ്നേക്ക് പ്ലാന്റിൽ നിറയെ ബേബി പ്ലാന്റ്സ് കിട്ടാനായിട്ട് നമുക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ ചെടിയെ വളർത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡോറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിറയെ നമുക്ക് ബേബി പ്ലാന്റ്സ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കായി മാസത്തിൽ ഒരു തവണ 19-19-19 വളം നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 മില്ലി എന്ന കണക്കിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലയിലും ഒക്കെ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 10 ലിറ്റർ വെള്ളത്തിന് 1 സ്പൂൺ എന്ന കണക്കിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. സോക്രട്ടീസിൻ്റെ വാള്, സർപ്പപ്പോള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേപോലെ ഭംഗി നൽകുന്ന ഒരു ചെടിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.